ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ബിജുക്കുട്ടാ, എന്റെ എല്ലാ കഷ്ടപ്പാടും തീർന്നടാ. എടാ, എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എടാ, സന്തോഷം കൊണ്ട് തന്നെ നീ ശ്വാസം മുട്ടിച്ച് കൊല്ലല്ലേ? ഞാനേ ആദ്യം വീട്ടിലേക്ക് വിളിച്ചു പറയട്ടെ. എടാ, നീ വീട്ടിലോട്ട് വിളിക്കാൻ വരട്ടെ. ആദ്യം സന്തോഷം പങ്കിടുന്ന ആളെ ദേ വരുന്നു. സച്ചി, എടാ, ഈ വക്കീല് കാരണം നിനക്കെല്ലാം തിരിച്ചു കിട്ടിയത്. വക്കീലേ, വക്കീലേ, എന്താ സച്ചി ഇത്? സന്തോഷിക്കുന്നതിന് പകരം കരയുവാണോ? ഇതവന്റെ സന്തോഷ കണ്ണീരാ. വക്കീല് ഒറ്റൊരാൾ കാരണ ഞങ്ങൾക്കെല്ലാം തിരിച്ചു കിട്ടിയത്. പറ വക്കീലെ, വക്കീലിന് എന്തു വേണം? ഇനി എത്ര പണമാണെങ്കിലും ഞാൻ തരും. ഞങ്ങളുടെ കമ്പനിയും സമ്പത്തും എല്ലാം എല്ലാം ഇനി തിരിച്ചു കിട്ടും വക്കീലെ. അഹങ്കാരമാണെന്ന് കരുതലേ വക്കീലെ. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസർ ഇനി അഡ്വക്കേറ്റ് ആരതി ആയിരിക്കും. വക്കീല് ചോദിക്കുന്ന എന്ത് ഞങ്ങൾ തരും. വക്കീലിന് താമസിക്കാൻ സ്വന്തമായിട്ട് ബംഗ്ലാവും കാറും എല്ലാം കമ്പനി തരും. ഇത് കൊള്ളാലോ. എന്തൊക്കെയാ എനിക്ക് ഓഫർ ചെയ്യുന്ന? കമ്പനി, ബംഗ്ലാവ്, കാറ്, വലിയ ശമ്പളം. എന്റെ ദൈവമേ, ഒറ്റ നിമിഷം കൊണ്ട് സച്ചി ആളാകെ മാറിയല്ലോ. ഇനി സന്തോഷം കൂടിയാലേ ഇവ മിക്കവാറും കമ്പനിയുടെ വക്കീൽ എഴുതരും. കൊടുക്കൂടാ. എന്തൊക്കെ കൊടുത്താലും അത് വക്കീൽ ചെയ്ത സഹായത്തിന് പകരം ആവില്ല. അതെ, ഇത്രയ്ക്ക് ആഹ്ലാദിക്കണ്ട. ഇനിയും കടമകൾ ഒരുപാട് കടക്കാനുണ്ട്. ഇനി ഏത് കടമയും വന്നോട്ടെ, എല്ലാം നമ്മൾ ചാടിക്കടക്കും. പക്ഷേ വക്കീലിനോടുള്ള കടപ്പാട് ഈ ജന്മത്ത് തീർക്കാൻ പറ്റുന്നതല്ല. പിന്നെ വക്കീലിന്റെ ചങ്ക. ആ ഭദ്രാവളി ഉണ്ടല്ലോ, അവന്തിക, കോടതി വിധി അറിഞ്ഞ് അവളിപ്പോ ബോധം കെട്ട് വീണ് കാണും. എനിക്ക് അവളെ ഒന്ന് നേരി കാണണം. ഈ കേസൊന്ന് കഴിയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. വിധി അറിഞ്ഞപ്പോ എനിക്കവിടെ ഇരിക്കാൻ തോന്നിയില്ല. നിങ്ങളെ ഒന്ന് നേരിക്കണ്ട് അഭിനന്ദിക്കണമെന്ന് തോന്നി. കൺഗ്രാറ്റ്സ് ആരതി. താങ്ക് യു സർ. സച്ചി, കൺഗ്രാറ്റ്സ്. എന്താ സച്ചി ഇത്? സാർ നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നതല്ലേ?